അരവിന്ദ് സ്വാമി ചെയ്ത റോളിലേക്ക് ആദ്യമായിട്ട് ജയറാമിനെ, മമ്മൂക്കയാണ് ജയറാമിനെ വിളിക്കുന്നത്. പക്ഷേ ജയറാമിന് അന്ന് മലയാളത്തിൽ അറ്റ് എ ടൈം 3-4 പടങ്ങൾ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആ ഓഫർ എന്താ പറയുക വളരെ വിഷമത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് നിരസിക്കേണ്ടി വന്നു. പിന്നീട് അരവിന്ദ് സ്വാമി റോള് ചെയ്തു. അരവിന്ദ് സ്വാമിക്ക് അത് കഴിഞ്ഞ് മണിരത്നത്തിൻ്റെ ഒരു പെറ്റായി മാറി. അതുകൊണ്ട് റോജയിലെ നായകനായി, ബോംബെയിലെ നായകനായി. അപ്പോൾ ജയറാം പറയാറുണ്ട്, അന്ന് ഞാൻ ദളപതി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ റോജയിലെ നായകനായിട്ടും എനിക്ക് അവസരം കിട്ടിയേനെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ജയറാം തമിഴിൽ വന്നു. അദ്ദേഹം ഗോകുലം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഭാനുപ്രിയയുടെയൊക്കെ കൂടെയാണ് അദ്ദേഹം, ആ ഭാനുപ്രിയ നായികയായ ഒരു സിനിമയിലാണ് അദ്ദേഹത്തിൻ്റെ തമിഴ് എൻട്രി എന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളൊക്കെ ഡബ് ചെയ്തിട്ട്, ഇപ്പോൾ കടിഞ്ഞൂൽ കല്യാണമൊക്കെ ഡബ് ചെയ്തിട്ട് തമിഴിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്തൊക്കെ തന്നെയാണ് തോന്നുന്നത്, 92 കാലഘട്ടങ്ങളിലൊക്കെ. ഇത് കഴിഞ്ഞ് പിന്നെ ജയറാം കുറേ സിനിമകൾ തമിഴിൽ തുടർച്ചയായിട്ട് ചെയ്തു. അദ്ദേഹം നന്നായിട്ട് തമിഴ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തമിഴ് ഒരു മലയാളം കലർന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് അവിടുത്തെ ഓഡിയൻസിനൊക്കെ ഇഷ്ടമാണ് എന്ന് പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഫ്രീഡം ഉണ്ട്, അദ്ദേഹത്തിന് വേറെ ആരും ഡബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.